അങ്ങനെ സെമി ഫൈനലിൽ UDF തരംഗമാണ് ഇപ്പോൾ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ കൊച്ചി നഗരസഭയെ കൈപ്പിടിച്ചുയർത്തുകയാണ് UDF. കൊച്ചി നഗരസഭയിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് UDF ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച ദീപ്തി മേരി വർഗീസ് ആയിരിക്കും ഇനി കൊച്ചിയുടെ മേയർ എന്ന് ഉറപ്പാണ്. അല്ലെങ്കിലും എറണാകുളം UDFന്റെ തട്ടകം തന്നെയാണ്. അതുകൊണ്ട് അതാരും കൈയടക്കില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ തവണ LDF ആണ് ഭരണം നേടിയത്. ആ ഭരണമാണ് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ BJPയുടെ കാര്യം പറയണ്ട, അവർ ഇവിടെ താമര വിരിയിക്കും എന്നൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഇവർക്കൊക്കെ പുറമെ ഇപ്പോൾ 2020യും വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. 2020യുടെ കോട്ടയായ കുന്നത്തുനാട് മഴുവന്നൂർ പഞ്ചായത്തുകൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. കുന്നത്തുനാട് പഞ്ചായത്തിൽ 17 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 2020 7 സീറ്റുകളിലേക്ക് ഒതുങ്ങി. മഴുവന്നൂർ പഞ്ചായത്തിൽ 7 സീറ്റുകളിൽ UDF മുന്നേറിയപ്പോൾ 3 സീറ്റുകൾ മാത്രമാണ് 2020 ലീഡ് ചെയ്തത്. 2020യുടെ ആസ്ഥാനമായ കിഴക്കമ്പലത്തും കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഐക്കരനാട് മാത്രമാണ് 2020 ലീഡ് നിലനിർത്തിയത്. വലിയ മാറ്റങ്ങൾ വരുത്തി, മാറ്റത്തിനൊരു വോട്ട് എന്നൊക്കെ പറഞ്ഞാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ മാറ്റങ്ങൾ കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയത് കൊണ്ടാവണം ഇപ്പോൾ 2020ക്ക് അടിപതറിയത്. നക്കാപ്പിച്ച ഔദാര്യങ്ങൾ ജനങ്ങൾക്ക് ഇനി വേണ്ട എന്നുള്ളതിന്റെ തെളിവാണ് 2020യുടെ ഈ അധപതനം. ഏതായാലും ജനങ്ങൾ നല്ലതിനു വേണ്ടി തന്നെ ശരിയായ പാർട്ടിയെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ ഇനി കാണാൻ പോകുന്നത് UDFന്റെ ഭരണ മികവ് തന്നെയായിരിക്കുമെന്ന് ഉറപ്പ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 2020 ബന്ധം ഉപേക്ഷിച്ച് പല നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധം അറിയിച്ചിരുന്നു. ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബിന്റെ തനി നിറം മനസ്സിലായതോടെയാണ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടത്. പാർട്ടിയിൽ സാബുവിന് ഏകാധിപത്യവും അഴിമതിയുമാണെന്ന് തുറന്നു പറഞ്ഞാണ് 2020 ബന്ധം ഉപേക്ഷിച്ചത്. പാർട്ടി പ്രവർത്തകർ തന്നെ മറ്റ് പാർട്ടികളെ അഭയം തേടുമ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ജനങ്ങൾ അത് അംഗീകരിക്കില്ലെന്ന് ഈ പാർട്ടിയുടെ പതനത്തിലൂടെ മനസ്സിലാക്കാം. ഇതോടെ 2020 പൂട്ടുമെന്ന് ഉറപ്പായി.